വന്നില്ലേ? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല, അവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ആണല്ലോ. അതൊക്കെ പണ്ട്. അല്ല, ഞങ്ങൾ അവനെ കണ്ടില്ല ജിജോ. എനിക്ക് ഒന്നും ഫുഡ് എങ്ങനെ കഴിക്കാൻ പോയതായിരിക്കും. അവൻ വരണമെങ്കിലേ ഞാൻ അവനെ കോൺഫറൻസ് ഹാളിൽ വെയിറ്റ് ചെയ്തിരിക്കണം പറയണേ. എന്റെ പൊന്നുമാളും ഒന്ന് കണ്ടോളേ, വെറുതെ പണി വാങ്ങിച്ചു വെക്കല്ലേ. എനിക്ക് ചൊറിഞ്ഞു തന്നു. അതെ, ഞാനിപ്പോൾ എന്തായാലും മാമിനെ കാണാൻ പോകുന്നുണ്ട്, നീയും കൂടെ വാ. ഞാൻ അവിടെ ചെന്നൊരു പ്ലാൻ ഇറക്കും, മര്യാദക്ക് കൂടെ നിന്നോളണം കേട്ടോ. വാ. ഹലോ, രണ്ടുപേരും കൂടി എങ്ങോട്ട് പോവാണ്? അതെ, ജിജോ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോൺഫറൻസ് റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് വെക്കോ. നിങ്ങളെവിടെ പോവാ? അത് ചുമ്മാ മാമിനെ കാണാൻ വേണ്ടിയിട്ട്. എന്തിന്? സാലറി ഹൈക്കിന്റെ കാര്യം സംസാരിക്കാൻ. ഇപ്പം കിട്ടും, രാവിലെ കിട്ടിയൊന്നും പോരെ. മാഡം എന്തായാലും സാലറി കൂട്ടി തരുന്ന എനിക്ക് തോന്നില്ല. അതെന്താ സാലറി കൂട്ടി കിട്ടാത്ത നിനക്ക് ഒരു വിഷമമില്ലേ? വിഷമൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ. പക്ഷെ നിന്റെ പെരുമാറ്റത്തിൽ അതൊന്നും ഇല്ലല്ലോ. ഇവളെന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അപ്പോ ഇവൾക്കാണോ ക്രഷ്? ഹാപ്പി അല്ലേ? ഇവളും നിരീക്ഷിക്കുന്നു, അപ്പൊ ഇവൾക്കും. എന്താ നിന്റെ നാ പറയപ്പോ? അതല്ല, വിഷമൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും കമ്പനി ലാഭത്തിലാവട്ടെ, എന്നിട്ട് നമുക്ക് സാലറി കുടിച്ചു വയ്ക്കാം. ഞങ്ങൾ എന്തായാലും മാമിനെ കണ്ടിട്ട് വരാം. ഇതിലെന്നോട് ക്രഷുള്ള പെൺകുട്ടി ഇപ്പൊ എന്നെ തിരിഞ്ഞു നോക്കും. ഡബിളാ. പിന്നെ പോയി. സോനു, സോനു, എടേ നീ ഇവനെ കൃത്യവിശ്വാസം കൊടുക്ക. അയ്യപ്പോടി നീ കൊടുക്ക്. അങ്ങനെ ഇവന് പോകാൻ വേണ്ട. എന്നാലേ നീ പോയാ ജിജോനെ വിളിക്കാം, അവൻ കൊടുക്കും. ഇവൻ ഇത് തന്നെയാണോ പണി? അതെ, നേരത്തെ ചെയ്തതേ ഒന്നും കൂടെ ഒന്ന് ചെയ്യുമോ? ചെയ്തതു എന്ത്? ഏത്? അല്ല, തന്റെ ബോധം പോയപ്പോ കൃത്യവിശ്വാസം തന്നില്ലേ? കൃത്രിമ ശ്വാസു. ഒന്ന് കൊടുക്കോ. യു മീൻ ലൈക്ക് ലിപ് ടു ലിപ്. ഇവന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് ബോധം വരുത്ത്, എന്നിട്ട് അവൻ്റെ അടുത്ത് കോൺഫറൻസ് കോളിൽ വരാൻ പറയും. ഇവൻ അവിടെ ഞാൻ കൊടുത്തോളാം കേട്ടാ. കൊടുക്കും ഞാൻ ശ്വാസം. നീ എന്തോ കടാ പിള്ളേർ പോയി പറഞ്ഞത്? എനിക്ക് കൃത്രിമ ശ്വാസം തന്നു പറഞ്ഞാടാ നീ. നിനക്ക് എന്തോ നിനക്ക് നീ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? അത് പിന്നെ രണ്ടിലാർക്കാണ് എന്നോട് കൂടുതൽ പൊസസീവ് എന്നറിയാൻ വേണ്ടിട്ടാണ്. സോറി ബ്രോ, ബ്രോ അത് വിട്. എന്നാൽ ഇത് ഭയങ്കര ഗുളുമാലായല്ലോ. എന്തോന്ന് ബ്രോക്ക് തെറ്റി. എന്തോന്ന്? ഒരാൾക്കല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. ഒരാൾക്കല്ല എന്നോട് ക്രഷ് ഉള്ളത്, 2 പേർക്ക് ഉണ്ടാ. രണ്ടും കാര്യം ബ്രോ അത് പറഞ്ഞത് മുതൽ ഞാൻ ഓരോ ടെസ്റ്റ് നടത്തി ഞാനത് കൺഫേം ചെയ്ത് 2 പേർക്കും എന്നോട് ഒടുക്കത്തെ ക്രഷ്. പക്ഷെ 2 പേർക്കും പരസ്പരം അറിയില്ല കേട്ടോ. 2 പേരും കൂടി ഒരു ദിവസം ഈ പ്രപ്പോസലായിട്ട് വരും. ഇനി അതിൽ ആരെ സെലക്ട് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് കാര്യം. അങ്ങനെയാണെങ്കിലേ നീ 2-ൽ-1 അല്ല സെലക്ട് ചെയ്യുന്നത്, പിന്നെ 3-ൽ-1. 3? അതായത് ആലീസ്. ആലീസ് മേഡം. ആലീസ് മേഡം തന്നെ. രാജിത സദ്ഗുണ ജയശീല. ശ്വാസം തിരിച്ചെടു. ആലീസ് മേഡം കേട്ടപ്പോ എന്റെ കിളി പോയി. നീയാണെന്ന് പറഞ്ഞപ്പോ എന്റെ. എന്നാലും ഇതെങ്ങനെ അറിഞ്ഞ്? സോഴ്സ് ഒന്നും എനിക്ക് നിന്റെ അടുത്ത് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷേ
ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. ആലീസ് നിന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അവൾക്ക് പറ്റിയ പയ്യനാണോ എന്ന് അവൾ നിന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടാൽ അവൾ നിന്നെ പ്രപ്പോസ് ചെയ്യും. ചെയ്യട്ടെ, ഇതെനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. 3 ആളും കൂടി വന്ന ആലീസ് മാഡം ഫിക്സ്. എടാ മണ്ട, എടാ നീ ഒരു മണ്ടനാണല്ലോടാ. എടാ നിന്റെ അടുത്ത് ക്രഷുള്ള ആ 2 എണ്ണവും കൂടെ നിന്നെ ആലീസിനെ പ്രേമിക്കാൻ വിടുമെന്ന് നിനക്ക് തോന്നണ? എടാ പെണ്ണിന് ഏറ്റവും വലുത് പകയാണ്. അത് വീട്ടാൻ അവൾ ഏതറ്റം വരെ പോകും. നിന്നെ കുന്തത്തി കുത്തിയിട്ട് കറക്കം 2 കൂടെ വരാം. ഇതിപ്പോ വല്ലാത്ത ശല്യായല്ലോ. അല്ല പിന്നെ ബ്രോ, സത്യം പറയാലോ, പണിയെടുത്ത് മടുത്ത്. ഇതിപ്പോ ആലീസ് മാഡത്തിന്റെ കല്യാണം കഴിച്ച പണിയെടുക്കണ്ട, പണി എടുപ്പിച്ചാ മതി. സുഖം. പക്ഷേ ഒരു പാലിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. മനസ്സിലായില്ല. അവരെ 2 എണ്ണത്തിനെ നിന്റെ പുറകെ നിന്ന് മാറ്റാനും ആലീസിനെ സെറ്റാക്കാനും നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം. പക്ഷേ നീ ഇതെല്ലാം കഴിഞ്ഞ് ആലീസുമായിട്ട് സെറ്റായി കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ വേണം. ഓക്കെ ഓക്കെ ഡബിളൊക്കെ അങ്ങനെയാണെങ്കിൽ വെറുപ്പിക്കണം. ഇപ്പോ ഇന്ന് ഇവിടെ വച്ച് ഇന്ന് മുതൽ സൂര്യയും മാളവും നിന്നെ വെറുത്തു തുടങ്ങും. അവരെ നീ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിന്റെ കൂടെ ആലീസിനെ ഇംപ്രസ് ചെയ്യാനുള്ള പരിപാടികൾ നീ ചെയ്യണം. ഓക്കെ, അവരെ വെറുപ്പിക്കുന്ന വലിയ പണിയൊന്നുമല്ല. പക്ഷെ ആലീസ് മാഡത്തിന് അല്ല, ആലീസ് മോളെ പുള്ളി ഇംപ്രസ് ചെയ്യാനല്ലേ കൂടുതൽ ടഫ്. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് സമയാസമയം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എന്ത്? ഇപ്പോ നീ നേരെ അവളെ ക്യാബിനിലോട്ട് പോകണം. അവിടെ ഇപ്പൊ മറ്റേ 2 എണ്ണം കാണുവേ, അവിടെ വെച്ചിട്ട് ഞാൻ പറയും പോലെ നീ പറയണം. ഓക്കെ ഓക്കെ ബ്രോ, താങ്ക് യു ബ്രോ. ഈ മരപ്പാഴിന്റെ കാര്യത്തിൽ തീരുമാനമായി. എന്തൊരു സുഖം. മാഡം, ഈ ജിജോയും സോനും തമ്മിൽ എന്തോ ഒരു പ്ലാൻ നടന്നിട്ടുണ്ട്, അല്ല ഡീല് നടന്നിട്ടുണ്ട്. അതെനിക്ക് പ്രത്യക്ഷത്തിൽ ഇവർ ശത്രുക്കളെ പോലെ പെരുമാറുന്നു. ശരിക്കും അവരുടെ ഇടയിൽ ഒരു അന്തർധാരയുണ്ട്, അത് സജീവമാണ് അല്ലേ? പിന്നെ മാഡം, ഈ സോനു ഒരു അവസരവാദിയായി മാറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം മാഡത്തിനോടൊപ്പം പുച്ഛവാ. മാഡത്തിൻ്റെ അച്ഛനാണല്ലോ നമ്മുടെ ഓഫീസിൻ്റെ ഹെഡ്. പിന്നെ ഈ ജിജോ, അത് മാഡത്തിൻ്റെ പപ്പയുടെ ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ അവന് നന്നായിട്ട് അറിയാം എവിടെ നിന്നാലാണ് കാര്യം സാധിക്കാൻ പറ്റുക എന്നുള്ളത്. അതവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എനിക്ക് ഉറപ്പാ സോനു മാറിയതില്ല. അവനല്ലേ ആ ജിജോ സോനുവിനെ ബ്രെയിൻ വാഷ് ചെയ്തതാണ്. അവൻ എനിക്കെതിരെ ഓഫീസിൽ ഒരാൾ വേണം. അതിനവൻ കണ്ടുപിടിച്ച ആളാണ് സോനു. മാഡം, ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലേ അവർ കുറച്ചും കൂടി വിജിലൻ്റ് ആകും. പിന്നെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനാണ് അവരുടെ പ്ലാൻ എങ്കിൽ നമ്മളിപ്പോൾ തൽക്കാലം മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതാ, അടിക്കേണ്ട സമയത്ത് അടിക്കണം. യു ആർ റൈറ്റ്. ഞാനിപ്പോൾ പപ്പയോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ജിജോയോടുള്ള വിരോധം കൊണ്ടാണെന്ന് പപ്പ കരുതും. സമയം വരട്ടെ, ഞാൻ അവരെ 2 പേരെ എക്സ്പോസ് ചെയ്തോളാം. ഓഫീസ് മാനേഴ്സ് താൻ ഇതുവരെ പഠിച്ചിട്ടില്ലേ? ഞാൻ ഇവരോട് സംസാരിക്കുന്ന കണ്ടില്ലേ, പിന്നെ എന്തിനാ ഇടിച്ചേരി വരുന്നേ? കൊച്ചു കള്ളി. ആക്ടിങ്. എന്താ കാര്യം പറഞ്ഞിട്ട് പോ. മാഡം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ്? ഇന്നത്തെ മോർണിംഗ് മീറ്റിംഗിൽ മാഡം പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. ഒന്നില്ലെങ്കിൽ നമുക്ക് സാലറി ഇടുന്ന കമ്പനിയാണല്ലോ, അതുകൊണ്ട് കമ്പനി ലാഭത്തിലാവാതെ എനിക്ക് ഈ ഹൈക്കൊന്നും വേണ്ട മാഡം. ഇതാണ് വലിയ ആൾക്കാര്യം. അല്ലെങ്കിൽ തനിക്ക് ഹൈക്ക് തരുന്നില്ല. എനിക്ക് വേണമെന്നില്ല. അത് മാത്രമല്ല, ഇനി അടുത്ത 6 മാസത്തേക്ക് എനിക്ക് സാലറി വേണം. യെസ് മാഡം, കമ്പനി നഷ്ടത്തിലായിരിക്കുമ്പോൾ എനിക്ക് സാലറി തരുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത 6 മാസത്തേക്ക് എനിക്ക് സാലറി വേണമെന്ന് മാത്രമല്ല, അടുത്ത 6 മാസം കൊണ്ട് ഈ കമ്പനി ഞാൻ വേറെ ലെവൽ എത്തിക്കും. ഇതിന് പ്രൊമോഷൻ നേടിയിട്ട് എനിക്ക് സാലറി തന്നാൽ മതി. സോനു, താൻ കുടിച്ചിട്ടുണ്ടോ? ഐ എം എ ടീ ടോട്ടലർ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എങ്ങാനും 1 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ കമ്പനിയിൽ നിന്ന് വന്ന ആ നിമിഷം ഞാൻ റിസൈൻ ചെയ്തു പോകും. സത്യം. ഈ സോനു ആണോ ജിജോയുടെ കൂടെ കൂടിയെന്ന് നിങ്ങൾ പറഞ്ഞത്? അത് പിന്നെ മാം, അവൻ ഒന്നും പറയണ്ട, എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് സാലറി ഹൈക്ക് വേണം, അവൻ 6 മാസം സാലറി പോലും വേണ്ട. അപ്പൊ ആരാ ലോയൽ? അതൊക്കെ അവന്റെ പ്ലാനാ മാം.
അങ്ങനെയാണെങ്കിൽ ആ പ്ലാനാണ് ഇപ്പൊ കമ്പനിക്ക് നല്ലത്. സി, എന്നെ വെറുതെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരണമെന്നില്ല. ഇറങ്ങി പോരണോ? മാഡം അത് ഇറങ്ങി പോവാൻ. ബ്രോ ആ സൂര്യക്കും ആളുകളൊക്കെ ഇത് കൊല്ലാണ് ഉദ്ദേശിച്ചിട്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം കേട്ടോ. ബ്രോ സംഭവമൊക്കെ കളറായിരിക്കും. അടുത്ത 6 മാസത്തേക്ക് ശമ്പളം ഇല്ലാന്ന് പറയുമ്പോ ഒരു എന്തൊരു പോലെ. ബ്രോ, ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റവും ഉണ്ട്. ആലോചിച്ചു നോക്ക്, അടുത്തൊരു 6 മാസം കഷ്ടപ്പെട്ട് ആലീസ് സെറ്റായ പിന്നെ ലൈഫ് ലോങ് സെറ്റ് അല്ലേ? അതാലോചിക്കുമ്പോ ഒരു ഫയറൊക്കെ ഉണ്ട്. ബ്രോ പറ, അടുത്തായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നാളെ ആണോ? ഒരു പരിപാടി ഉണ്ട്, അതിൽ ആലീസ് ഫ്ലാറ്റ് ആവും. നീ ഇപ്പൊ പൊക്കോ, ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ ബ്രോ, താങ്ക് യു ഫോർ എവറിത്തിങ്. മറക്കില്ല ഞാൻ. മറക്കണമെന്ന് വിചാരിച്ചാലും പറ്റൂല തെണ്ടി. നിനക്കെന്റെ ജോലി കളയണം. നീ ഈ ജോലിയും പോയി ഇവിടെ കൂടെ തേരാ പാരാ തെണ്ടും. ഈ കൊച്ചിയിലെ മണ്ണ് നീ തിന്നും. നിന്നെ ഞാൻ തീറ്റിക്കും. നീ ഇവിടെ കൂടെ ജോലി ചായോ എന്ന് പറഞ്ഞ് തെണ്ടുന്നത് ഞാൻ കാണും.